ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ അമ്മേ, ഞാൻ ഇപ്പൊ വരാം. മമ്മിയെ വിളിക്കുന്നത്. ഇവിടെ നിന്ന് സംസാരിച്ച കുട്ടി, സിത്താരയ്ക്ക് എന്തേലൊക്കെ പറയാനുണ്ടാവും എല്ലാരോടും. ഞാൻ ഇപ്പൊ വരാമേ. എനിക്ക് മമ്മിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഹലോ, നീ എന്തടി ഇവിടെ ചെയ്യുന്നേ? ഞാൻ ഈ വീട്ടിന്റെ അകത്തുള്ളപ്പോ നീ എന്തിനാ എന്റെ വേഷത്തിൽ അവിടെ പോയി നിൽക്കുന്നേ? അത് ഗാഥ, ഞാൻ പറയുന്നതൊന്ന് കേക്കൂ. മുത്തശ്ശിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലായിരുന്നു. ഓ, മാർഗമില്ലഞ്ഞിട്ടല്ല, നീ അത് വേണ്ടെന്ന് വെച്ചിട്ടാ. ഇറങ്ങിപ്പോടി. ഇനിയിപ്പോ എന്തായാലും പറ്റൂന്ന് തോന്നുന്നില്ല. ശിവരാത്രി നോയമ്പ് തീരുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടായേ പറ്റൂ. നീയാണോ ഇത് തീരുമാനിക്കുന്നേ? ഗാഥ പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേക്കൂ. തൽക്കാലം ഗാഥ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചേ പറ്റൂ. നിന്നെ അനുസരിക്കേണ്ടവളാണോടി ഞാൻ? നീ ആരടി? ഗാഥ, ഞാൻ പറയുന്നതൊന്ന് മമ്മിയും മോളും തമ്മിൽ വഴക്കായിരുന്നോ? അല്ല. പിന്നെന്തോ ഒരു ബഹളം പോലെ. അത് അമ്മായിക്ക് വെറുതെ തോന്നുന്നതാ. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. നിർമ്മലേ, ഇനിയിപ്പോ മോളെ കുറിച്ച് പരാതിയൊന്നും ഇല്ലല്ലോ അല്ലേ? ആചാരങ്ങൾ അറിയാം, അതിന്റെ ചടങ്ങുകൾ അറിയാം, അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാനും അറിയാം. മോളെ, കളരിക്കിൽ ഇന്ന് ശിവരാത്രിയും നോയമ്പും മറ്റും ഉണ്ടാവുമോ? അതിന്റെ തിരക്കിലാണോ എല്ലാരും? എനിക്കെന്ത് തിരക്ക്? വ്രതവും നോയമ്പൊക്കെ എടുക്കാൻ വേറൊരുത്തിയെ മമ്മി ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതാരാ? അവള് തന്നെ, ആ കൃഷ്ണ. കൃഷ്ണയോ? അതെ മമ്മി, അവളിപ്പോ കളരിക്കലുണ്ട്. അപ്പൊ മോൾ എവിടെയാ? എന്നോട് അവള് പുറത്തു പോവാൻ പറഞ്ഞു. ആരുടെ മുന്നിലും കാണാൻ പാടില്ല എന്നും പറഞ്ഞു. ഞാൻ എന്താ മമ്മി ചെയ്യേണ്ടത്? കൃഷ്ണ എങ്ങനെയാ അവിടെ വന്നത്? അതും മോൾ അവിടെ ഉള്ളപ്പോ? അവളെ വിശ്വസിക്കാൻ പാടില്ലെന്ന് ഞാൻ മമ്മിയോട് 100 വട്ടം പറഞ്ഞതാ. ഇത്രയും നേരം അവള് നവീന്റെ കൂടെയായിരുന്നു. നവീന്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ അവള് പോയി.